ആവേശമെല്ലാം കാണിച്ചിട്ട് ചാടി പോണത് മീൻ പിടിക്കാനാണ് കേട്ടോ. അവിടെ നിന്ന് 2 മിനിറ്റ് നോക്കിയപ്പോൾ തന്നെ ഇതാ 3-4 മീനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേഗം വേഗം തന്നെ മീനിനെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. കുഞ്ഞു മീനിനെയൊക്കെ നമ്മൾ തിരിച്ചിടുമായിരുന്നു. ഇപ്പൊ സംസാരിച്ച എന്റെ കസിനാണ്, അവൾക്കായിരുന്നു കേട്ടോ എന്നെക്കാട്ടും ആവേശം. ഇനിയാണ് സുഹൃത്തുക്കളെ കഥ ആരംഭിക്കുന്നത്. എളുപ്പമാണെന്ന് വിചാരിച്ച് ചൂണ്ടിടാൻ പോയ ഞാൻ ദാ ഓരോ പ്രാവശ്യവും ഇതിന് തീറ്റ കൊള്ളില്ലാത്താണ് ആ മീൻ വരാത്തെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വന്ന് തീറ്റ എടുക്കുക കേട്ടോ. ഇത്രയും നേരമായി എനിക്ക് ഒറ്റെണ്ണം പോലും കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്നത് ഞാൻ. കൂടെ ഇതാ സഹായിക്കാൻ എൻ്റെ കണ്ണൻ ചേട്ടനും. കസിൻ ചേട്ടന് നാളെ കാനഡയിൽ പോകേണ്ടതാണ്. ഞങ്ങളാണെങ്കിൽ ഒരു ബെറ്റും വെച്ച് പോയി. അത് കാരണം ഇതാ സഹായിക്കാൻ വന്നിരിക്കുക. അപ്പുറത്തെ ചൂണ്ടക്കുളത്തിൽ ഇതാ മീനിന്റെ ചാകരയാണ്. ദേ പിന്നെയും കിട്ടി. അല്ല ശരിക്കും എന്തായിരിക്കും എൻ്റെ കുളത്തിൽ മാത്രം കിട്ടാത്ത? പിന്നെ ദേ എന്നെ സഹായിക്കാൻ കുറെ പേര് വന്നിട്ടാ. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. മീൻ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നോർത്ത് കഡ്രകള് ഫുള്ള് പോയിട്ട് ബെറ്റൊക്കെ നമ്മൾ തമാശക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് മീൻ കിട്ടാത്ത കാരണം കുറച്ച് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കി കേട്ടോ. പാവം കണ്ണൻചാട്ടൻ എൻ്റെ കൂടെ നിന്ന് അതെനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ കസിൻസ് മുത്താപ്പക്കും അപ്പൂസിനൊക്കെ വീണ്ടും മീനൊക്കെ കിട്ടിയിട്ടോ. ശരിക്കും എനിക്കും ചൂണ്ടിടാൻ അറിയാത്തത് തന്നെയാണ് പ്രശ്നം എന്ന് തോന്നുന്നു. എന്താണെങ്കിലും കുറച്ച് നേരത്തിന് ശേഷം ഫോട്ടോ മീൻ പിടിച്ച ആവേശം കൂടി കൂടി മീൻ പോലും ചാടി. അത് കിട്ടി. ഇതെല്ലാം എൻ്റെ കസിൻസ് ആണ്, അതായത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെ ഒക്കെ മക്കളാണ്. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ റെയർ ആയിട്ടാണ് ചാൻസ് കിട്ടുന്നത്. പക്ഷെ അങ്ങനത്തെ സമയം കിട്ടുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.